നിങ്ങൾ അമേരിക്കൻ പൗരനോ സ്ഥിര താമസക്കാരനോ അല്ലെങ്കിൽ സ്ഥിരതാമസവും പൗരത്വവും നേടാൻ ആഗ്രഹിക്കുന്ന ആളോ ആണെങ്കിൽ എപ്പോഴാണ് വിരമിക്കലിന് ഉദ്ദേശിക്കുന്നത്? 62 അല്ലെങ്കിൽ 63 വയസ്സിലാണോ? പല അമേരിക്കക്കാരും 63 വയസ്സാണ് വിരമിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായമായി കണക്കാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ധർക്ക് മറ്റൊരു അഭിപ്രായമാണ്. 2024 മാസ് മ്യൂച്വൽ റിട്ടയർമെന്റ് ഹാപ്പിനെസ് പഠനം പ്രകാരം വിരമിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം 63 ആണെന്ന് പല അമേരിക്കക്കാരും കണക്കാക്കുന്നു. എന്നാൽ 65നും 67നും ഇടയിൽ വിരമിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വം നൽകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നേരത്തെയുള്ള വിരമിക്കൽ പലപ്പോഴും കുറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾക്കും 65 വയസ്സിൽ മെഡിക്കെയർ ലഭിക്കുന്നതിന് മുൻപുള്ള ഉയർന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾക്കും സമ്പാദ്യം കാലഹരണപ്പെടുന്നതിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. വരുമാനം, ആരോഗ്യ സംരക്ഷണം, സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് 65നും 67നും ഇടയിൽ വിരമിക്കുന്നതാണ് നല്ലതെന്നും പഠനങ്ങൾ പറയുന്നു. വിരമിക്കൽ ഒരു വ്യക്തിപരമായ തീരുമാനമാണെങ്കിലും സാമ്പത്തികപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കുന്നത് നല്ലതാണെന്ന് വിദഗ്ധർ പറയുന്നു. വിരമിക്കലിന് തയ്യാറെടുക്കുന്ന പല ആളുകളും സാമ്പത്തികമായി പിന്നോട്ട് പോകുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 35% ആളുകളും തങ്ങളുടെ സമ്പാദ്യ ലക്ഷ്യങ്ങളിൽ പിന്നിലാണ്. മൂന്നിലൊന്നിൽ കൂടുതൽ ആളുകൾക്ക് ജീവിതകാലം മുഴുവൻ പണം തികയുമോ എന്ന ആശങ്കയുണ്ട്. 62ാം വയസ്സിൽ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നത് പൂർണ്ണമായ വിരമിക്കൽ പ്രായം വരെ കാത്തിരിക്കുന്നതിനേക്കാൾ 30% വരെ കുറഞ്ഞ വരുമാനം നൽകുമെന്ന് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ദൈനംദിന ജീവിതത്തിനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കും പണം കുറയുന്നതിനും കാരണമാകും. വിരമിക്കലിന് ശേഷം ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാണ്. 65ാം വയസ്സിലാണ് മെഡിക്കെയർ പരിരക്ഷ ലഭിക്കുന്നത്. 62ാം വയസ്സിൽ വിരമിക്കുന്ന ഒരാൾക്ക് ഈ കാലയളവിൽ സ്വകാര്യ ഇൻഷുറൻസിനെ ആശ്രയിക്കേണ്ടി വരും. ഇത് വളരെ ചെലവേറിയതാണ്. ഇത് വിരമിക്കൽ സമ്പാദ്യത്തിലേക്ക് കൈകടത്താനും ഇടയാക്കിയേക്കും. അമേരിക്കയിലെ ശരാശരി ആയുർദൈർഘ്യം 78.4 വയസ്സാണ്. പലരും 80ഉം 90ഉം കഴിഞ്ഞ് ജീവിക്കുന്നുണ്ട്. വരുമാനം, ആരോഗ്യ സംരക്ഷണം, സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് 65നും 67നും ഇടയിൽ വിരമിക്കാൻ സാമ്പത്തിക വിദഗ്ധർ ശുപാർശ ചെയ്തു. ഈ പ്രായത്തിൽ വിരമിക്കുന്നത് പലതരത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നുവെന്നാണ് അവരുടെ പക്ഷം. മെഡിക്കെയർ പരിരക്ഷ ലഭിക്കുന്നതിലൂടെ ചികിത്സാ ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും. ഉയർന്ന സോഷ്യൽ സെക്യൂരിറ്റി പേ ഔട്ടുകൾ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്യും. 60കളുടെ തുടക്കത്തിൽ നേരത്തെയുള്ള വിരമിക്കൽ ആകർഷകമായി തോന്നാമെങ്കിലും 65 അല്ലെങ്കിൽ 67 വയസ്സുവരെ കാത്തിരിക്കുന്നത് സാമ്പത്തികപരമായ സ്ഥിരത നൽകുകയും ജീവിതം ആസ്വദിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. 2024 പ്യൂ റിസർച്ച് സെന്റർ 18 വയസ്സും അതിൽ കൂടുതലുമുള്ള 3600 US പൗരന്മാരെ ഉൾപ്പെടുത്തി ഒരു സർവേ നടത്തിയിരുന്നു. 2025 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ട് പ്രകാരം വിവാഹം, രക്ഷകർതൃത്വം, ഭവന ഉടമസ്ഥാവകാശം, വിരമിക്കൽ തുടങ്ങിയ പ്രധാന ജീവിത നാഴികക്കല്ലുകൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതെന്നുള്ള പൊതുജനാഭിപ്രായമാണ് ഇതിൽ പ്രധാനമായും പരിശോധിച്ചത്. വിരമിക്കുന്നതിന് ഏറ്റവും ഉചിതമായ പ്രായം 65 ആണെന്ന് മിക്ക അമേരിക്കക്കാരും അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു.